Welcome to Crazy Veg. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചാറ്റ് റെസിപ്പിയാണ്. നമ്മൾ അധികം ആരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാത്ത ഒരു സ്നാക്കാണ് പാനിപൂരി. അപ്പം ഇത് എങ്ങനെ തയ്യാറാക്കും, ഇതിന് എന്തൊക്കെ വേണം എന്ന് നോക്കാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റ് ചെയ്യാത്ത റവയാണ് കൂടുതൽ നല്ലത്. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ, 1/2 കപ്പ് റവയ്ക്ക് 2 ടേബിൾ സ്പൂൺ മൈദ എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പാനി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 1 പിടി മല്ലിയില, 1 പിടി പുതിനയില. ഇത് രണ്ടും തുല്യ അളവിലാണ് വേണ്ടത്. പിന്നെ നല്ല എരിവുള്ള 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ വേണ്ടത് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി തൊലിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കടല, ഒരു 1/4 കപ്പ് കടല ഓവർനൈറ്റ് സോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറോളം കുതിർത്ത ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് ഉപ്പിട്ട് നല്ലതുപോലെ വേവിച്ചെടുത്തതാണ്. ഇതും വേണം. പിന്നെ വേണ്ടത് ശർക്കര പാനിയാണ് മധുരത്തിന് വേണ്ടിയിട്ട്. ഇതൊരു 1/2 കപ്പ് ശർക്കര, ചീകിയ ശർക്കര ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് പാനിയാക്കി എടുത്തതാണ്. ഇതൊരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പാനിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. അതിൽ നിന്നൊരു 4 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കര പാനിയാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് പുളിവെള്ളമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ, ചെറിയ ചൂടുള്ള വെള്ളത്തിൽ 20 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കുക. അത് നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്തതാണ് ഇത്. പിന്നെ നമുക്ക് വേണ്ടത് ബ്ലാക്ക് സോൾട്ട് ആണ്. നമ്മൾ ഉപ്പിന് പകരം, നമ്മൾ അയഡൈസ്ഡ് സോൾട്ടിന് പകരം ഇവിടെ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് സോൾട്ട് ആണ്. അപ്പം അത് ഉപയോഗിക്കുമ്പോൾ കറക്റ്റായിട്ട് പാനിപൂരിയുടെ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ചാട്ട് മസാലയാണ്. ചാട്ട് മസാല ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. അതും ഒരു 2 ടേബിൾ സ്പൂണോളം വേണം. പിന്നെ വേണ്ടത് ആംചൂർ പൗഡറാണ്, അല്ലെങ്കിൽ ഡ്രൈ മാംഗോ പൗഡർ എന്ന് പറഞ്ഞിട്ട്. ഇത് മൂന്നും ഒരുവിധം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പം അത് വേണം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് മുളക് പൊടിയാണ്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത് എങ്ങനെയൊക്കെയാണ്, എപ്പോഴൊക്കെയാണോ ചേർത്ത് കൊടുക്കേണ്ടത് എന്ന് നോക്കാം. അതിൽ ആദ്യം നമ്മൾ പാനിപൂരിയുടെ പൂരി തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് റവയും 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത ശേഷം ഇത് കുഴയ്ക്കാൻ ആവശ്യമായിട്ട് നമ്മൾ 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് നിർത്തുക. നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ഒരു നുള്ളു ഉപ്പും ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതാണ്. നന്നായിട്ട് ചൂടാകണം. അപ്പോൾ ചൂടാക്കി വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ റവയിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ വെള്ളം പിടിച്ചെടുക്കും. അപ്പം വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കുക. പക്ഷേ 1/2 കപ്പ് വെള്ളം വേണം 1/2 കപ്പ് റവയ്ക്ക് വേണ്ടിയിട്ട്. അത് പെട്ടെന്ന് തന്നെ വെള്ളം പിടിച്ചെടുക്കുന്നതുകൊണ്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ചിലപ്പോൾ റവയുടെ ആ ഒരു ബ്രാൻഡിൻ്റെ വ്യത്യാസം കൊണ്ട്, ക്വാളിറ്റി വ്യത്യാസം കൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിനും വ്യത്യാസം വരാം. എന്നാലും ഏകദേശം 1/2 കപ്പോളം വേണം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുഴച്ചെടുക്കാം. ഇപ്പോൾ കുഴച്ചെടുക്കുമ്പം കറക്റ്റായിട്ട് ഒരു ചപ്പാത്തിയുടെ രീതിയിലായിട്ടില്ല, കുറച്ച് വെള്ളം ഉണ്ട്. പക്ഷെ നമുക്കിതൊരു 20 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ആ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് അത് കറക്റ്റായിട്ട് വെള്ളമൊക്കെ അബ്സോർബായി നല്ല സെറ്റായിട്ട് വരും. അപ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ ഇതുപോലെ ഒരു കോട്ടൺ തുണി നന്നായിട്ട് ചെറുതായിട്ടൊന്ന് നനച്ച ശേഷം അതൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 20 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പാനിപൂരിയുടെ പാനി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 പിടി മല്ലിയില, അതുപോലെ പുതിനയില, പിന്നെ 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും കൂടെ ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പാനി തയ്യാറാക്കാനായിട്ടൊരു ബൗൾ എടുത്ത് വയ്ക്കുക. അതിലേക്ക് അരിച്ചൊഴിക്കാം. അപ്പോൾ ഇതുപോലെ അരിച്ച ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് അത് നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അത് അരഞ്ഞു വന്നിട്ടുണ്ട്.
സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞ് ഈ അരിപ്പയിൽ ബാക്കി വന്നത് കളയരുത്. ഇത് നമുക്ക് മസാല ഫില്ലിങ് തയ്യാറാക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ പാനിയിലേക്ക് നമുക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു അളവിന് 1.5 ഗ്ലാസ് വെള്ളമേ ഒഴിക്കാവുള്ളൂ. ഇനി നമുക്ക് കൂടുതലായിട്ട് പാനി തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അളവിന് ഇലയുടെയൊക്കെ അളവ് കൂട്ടിയെടുക്കണം. 2 പിടി മല്ലിയില, അതുപോലെ 2 പിടി പുതിനയില, അങ്ങനെ എടുക്കുകയാണെങ്കിൽ വെള്ളം 1 ഗ്ലാസും കൂടെ അഡീഷണൽ ഒഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതാണ് കറക്റ്റ് കണക്ക്. ഇനി അതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഡയറക്റ്റ് ചേർക്കാതെ ഇതുപോലൊരു ബൗളിലേക്ക് ഒരു 2 സ്പൂൺ വെള്ളം എടുത്തിട്ട് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിന് മേളിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ ഇതുവരെ നമ്മൾ ചേർത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. പിന്നെ ആവശ്യത്തിന് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂണോളം ചാറ്റ് മസാല ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ആംചൂർ പൗഡറും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയ ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെറിയ അളവിൽ മിക്സ് ചെയ്ത് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ പൊടികളൊക്കെ അതിലേക്കൊന്ന് ചേർന്നോളും. അല്ലെന്നുണ്ടെങ്കിൽ ആ വലിയ ബൗളിലേക്ക് ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ മേളിലേക്ക് പൊങ്ങിക്കിടക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിനകത്ത് നമ്മളിനി ചേർക്കാൻ പോകുന്നത് പുളിവെള്ളമാണ്. പുളിവെള്ളം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പുളിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ആദ്യം ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരപ്പാനി, അതും ഒരു 3 ടീസ്പൂണോളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പോ പുളിയോ മധുരമോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഒരു ഫ്ലേവർ അനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. ഈ രീതിയിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നോക്കിയിട്ട് എനിക്ക് കുറച്ച് ഉപ്പ് വേണം, അതുപോലെ കുറച്ച് പുളിയും കൂടെ വേണം തോന്നുന്നുണ്ട്. നമുക്ക് അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതും ഓരോ സ്റ്റേറ്റിലും ഓരോ രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പാനി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൂരിയുടെ ഡോ ഒന്ന് എന്തായെന്ന് നോക്കാം. അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഡോ ഇവിടെ കറക്റ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ ഒരു 3 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം. അതൊന്ന് ഡോ ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വെള്ളമൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വരാൻ വേണ്ടി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക്. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ചെറിയ ഉരുളകളായിട്ട് എടുക്കാം. മൊത്തത്തിലിട്ടിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് വേണമെങ്കിലും പരത്തിയെടുക്കാം. ഞാനിവിടെ 4 ചെറിയ ഉരുളകളായിട്ട് മാറ്റുന്നുണ്ട്. ഒരു ചപ്പാത്തി പരത്തുന്ന ആ ഒരു വലുപ്പത്തിലേക്ക്, നാരങ്ങ വലുപ്പത്തിലുള്ള 4 ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അത് പരത്തിയെടുക്കാം. പരത്തുന്ന സമയത്ത് നമ്മൾ റോൾ ചെയ്യുമ്പോൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ അത്ര ഒരു പ്രഷർ കൊടുക്കരുത്. കാരണം ഇത് റവയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ലൈറ്റായിട്ട് പരത്തിയെടുക്കാം ചപ്പാത്തിയുടെ അതേ കനത്തിൽ. എന്നിട്ട് ഇതുപോലൊരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ബൗളോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടിലിൻ്റെ അടപ്പോ വെച്ചിട്ട് പ്രസ് ചെയ്ത് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. ഒരു ചെറിയതായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കൂടുതൽ വലിപ്പത്തിൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഞാൻ ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. സാധാരണ നമ്മൾ പൂരിയോ ചപ്പാത്തിയോ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി ഉണങ്ങി പോകുന്നതിന് മുമ്പ് ചുട്ട് എടുക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യാറ്. ഇവിടെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ട് മേൽവശം ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് ഫാനിൻ്റെ അടിയിലോ അതുപോലെ സൺലൈറ്റിലോ ഒന്നും വെക്കാൻ പാടില്ല. നമ്മൾ കിച്ചണിൽ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് അതൊരു 20 മിനിറ്റോളം ഈ രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മേൽവശം ഒന്ന് ശരിക്കും ഡ്രൈ ആയിട്ട് കിട്ടത്തുള്ളൂ. ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്താലേ നമുക്ക് നന്നായിട്ട് പൂരി ഇങ്ങനെ പൊങ്ങി വരുള്ളൂ. അപ്പോൾ അത് മാറ്റി വെച്ചു. ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം.
അത് വേണമെങ്കിൽ 1 ടീസ്പൂൺ അധികം ആവാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചെടുക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ബാക്കി നമ്മൾ കടല, അതും എടുത്തു വെച്ചിരിക്കുന്ന കടലയുടെ പകുതി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെന്ത കടലയാണ്. പിന്നെ അതിലേക്ക് പൊടികൾ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം ആംചൂർ പൗഡർ, ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടുള്ള ഫ്ലേവറാണ് കേട്ടോ. ഇത് ഓരോ സ്റ്റേറ്റിലും ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചിലർ അതിനകത്ത് ജീരകപ്പൊടി അതുപോലെ ഗരം മസാലയൊക്കെ ചേർക്കാറുണ്ട്. ഞാനിവിടെ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ ഉരുളക്കിഴങ്ങും അതുപോലെ കടലയും ഒക്കെ നന്നായിട്ട് വെന്തിരിക്കുകയാണ്. അത് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ച് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പയിലേക്ക് ബാക്കി വന്നത് അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇതിനൊക്കെ വേണമെങ്കിൽ ഇതിന് പകരം നമുക്ക് മല്ലിയിലയും പുതിനയിലയൊക്കെ ഡയറക്റ്റ്ലി അരിഞ്ഞ് ചേർക്കാം. പക്ഷേ അതിനെക്കാട്ടിലും ഒരു കറക്റ്റ് നല്ലൊരു ഫ്ലേവർ വരുന്നത് ഇതാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഓൾറെഡി പാനിയിൽ മുക്കിയാണല്ലോ ഇത് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫില്ലിംഗ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സവാള ബാക്കി വന്നതും കടല ബാക്കി വന്നതും മാറ്റി വെച്ചിട്ടുണ്ട്. പാനിയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൂരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 20 മിനിറ്റ് സമയമായിട്ടുണ്ട്. അത് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആ ചട്ടകം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് പൊങ്ങി വരും. അത് തിരിച്ചിട്ട് കൊടുക്കാം. അത് തിരിച്ച് മറിച്ചും ഇട്ടിട്ട് അത് ഒരു ഗോൾഡൻ കളറാകുന്ന വരെ ഇങ്ങനെ ഇട്ടേക്കണം. എന്നാലേ അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇങ്ങനെ ഈ രീതിയിൽ ഓരോന്നായിട്ട് വറുത്ത് കോരി എടുക്കുക. അപ്പോൾ നമ്മളിത് കഴിച്ച് കഴിഞ്ഞിട്ട് പൂരി ബാക്കി വരുന്നുണ്ടെങ്കിൽ ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ ഒരു 4-5 ദിവസം വരെയൊക്കെ ഒട്ടും തണുത്ത് പോകാതെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഉണ്ടാക്കി എടുക്കണമെന്നൊന്നുമില്ല. നമുക്ക് പൂരി നമുക്ക് സമയം കിട്ടുമ്പോൾ എടുത്ത് വെക്കാം. അതുപോലെ ടാമറിൻ ജ്യൂസ്, പുളിവെള്ളവും അതുപോലെ പിന്നെ എന്താണ് പറഞ്ഞത് ശർക്കര പാനിയൊക്കെ നമുക്ക് നേരത്തെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ചായിട്ട് എടുത്തും ഉപയോഗിക്കാം. പിന്നെ പുതിനയിലയും മല്ലിയിലയും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. അതൊരു ചട്നി ആക്കിയിട്ട് നമ്മളിങ്ങനെ അരച്ച ശേഷം അരിക്കുന്നതിന് മുമ്പ് അതേ രീതിയിൽ തന്നെ ഒരു ചെറിയ പാത്രത്തിലിട്ട് അടച്ചു വെച്ചാൽ അതും അങ്ങനെ തന്നെ നമുക്ക് എടുക്കാം. അല്ല ഫ്രഷ് ആയിട്ട് എടുക്കേണ്ടത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും കടലയും മാത്രമേ ഉള്ളൂ. അങ്ങനെ പലപ്പോഴായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാലും ഹൈജീനിക് ആയിട്ട് ഒരു പാനിപ്പൂരി നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. നമ്മളെപ്പോഴും ഷോപ്പിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് മുഴുവനായിട്ടും ഈ രീതിയിൽ വറുത്ത് കോരി എടുക്കാം. അപ്പം ഇങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. അതുപോലെ അതിൻ്റെ മേൽവശം ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ആദ്യം അതിനകത്തേക്ക് സവോള നിറച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കടല ഇട്ട് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊട്ടറ്റോ ഫില്ലിങ് വെച്ച് കൊടുക്കാം. പക്ഷേ ഇത് ഈ ഓർഡറിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് കഴിക്കുന്ന ഇഷ്ടം പോലെ തന്നെ ഇഷ്ടമുള്ള രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഏതാ സാധനം കൂടുതൽ ഇഷ്ടമെന്ന് വെച്ചാൽ അത് മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ വെറുതെ നല്ല കട്ടിയുള്ള തൈര് ഉണ്ടെങ്കിൽ അതിലേക്ക് ഈ ചാറ്റ് മസാലയൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഫില്ല് ചെയ്തിട്ടും കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പാനി ഒഴിച്ചു കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.